നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ യാത്രകൾ, അദ്ദേഹത്തിന് നൽകിയിരുന്ന സുരക്ഷ, ഇതെല്ലാം കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. പിണറായി വിജയന് മുന്നേ ഇരുന്ന മുഖ്യമന്ത്രിമാർക്കൊന്നും ലഭിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ സുരക്ഷ അദ്ദേഹം തന്നെ അറേഞ്ച് ചെയ്യുന്ന ചില സുരക്ഷാ ക്രമീകരണങ്ങൾ, ആഡംബര ക്രമീകരണങ്ങൾ, ഇതെല്ലാം കേരളം വളരെയധികം ചർച്ച ചെയ്തതാണ്. പ്രതിപക്ഷ നേതാവായതിനു ശേഷം അദ്ദേഹം റെയിൽവേ സ്റ്റേഷനുകളിലൂടെ നടന്നു പോകുന്നതും സ്റ്റീൽ ബെഞ്ചിൽ ഇരിക്കുന്നതും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി പരിവാരങ്ങളൊന്നും ഇല്ലാത്തതും ഒക്കെയുള്ള ദൃശ്യങ്ങളും നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടതാണ്. എന്നാൽ ഈ ഒരു ദൃശ്യം കൂടി നമുക്ക് കാണാം. മുൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ റെയിൽവേ സ്റ്റേഷൻ്റെ പടികൾ ഇറങ്ങി വരുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. പേരിനൊന്നോ രണ്ടോ പോലീസ് ഉദ്യോഗസ്ഥർ ഒപ്പമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. നമ്മുടെ പല റെയിൽവേ സ്റ്റേഷനുകളിലും എസ്കലേറ്റർ സംവിധാനം അടക്കമുണ്ട്. പക്ഷേ ഇതൊന്നും ഉപയോഗിക്കാതെ പടവുകൾ കയറി ഇറങ്ങി വരുന്ന പിണറായി വിജയനെയാണ് നമ്മൾ ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എന്തൊക്കെയാണ് നടന്നത് എന്ന കാര്യങ്ങൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. തീർച്ചയായും അത്തരത്തിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ അവസരത്തിൽ ഓർത്തെടുക്കേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകപ്പെട്ടിരുന്ന അസാധാരണമായ സുരക്ഷ തന്നെയാണ്. വാഹനങ്ങളുടെ എണ്ണം, നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ നിരത്തുകളിലൂടെ ചീറിപ്പാഞ്ഞിരുന്നത്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ യാത്രകളിലെല്ലാം ഇത്തരത്തിലുള്ള വൻ വാഹനങ്ങളുടെ അകമ്പടി ഉണ്ടായിരുന്നു. ഈ വാഹനങ്ങളുടെ വ്യൂഹം കടന്നു പോകുന്നത് വരെ റോഡുകളിൽ ആളുകളെ അടക്കം ഫ്രീസാക്കിക്കൊണ്ടാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ നൽകിയിരുന്നത്. സിഗ്നലുകളെല്ലാം ഓഫ് ചെയ്തിട്ട് മണിക്കൂറുകളോളം വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയിട്ടൊക്കെയാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്തിൻ്റെയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ മറ്റു പല പ്രദേശങ്ങളിലൂടെയുമൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് വലിയ സുരക്ഷാ വെല്ലുവിളികൾ ഉണ്ട് എന്നാണ് അന്നത്തെ പോലീസ് പറഞ്ഞിരുന്നത്. ആരെങ്കിലും മുഖ്യമന്ത്രി ആക്രമിക്കുമോ എന്ന് പോലീസ് ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പിണറായി വിജയന് കനത്ത സുരക്ഷയാണ് കേരളത്തിൽ ഏർപ്പെടുത്തിയിരുന്നത്. അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരുന്ന വെള്ള നിറത്തിലുള്ള കാറ് പോലും മാറ്റി കറുത്ത നിറമാക്കിയത് സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് എന്ന് പോലീസ് വിശദീകരിച്ചിരുന്നു. മാത്രമല്ല, ഈ പറയുന്ന സുരക്ഷയ്ക്കുമൊക്കെ ഉപരിയായി പാർട്ടിയിലെ ചില ഗുണ്ടകളും ചില യാത്രകളിൽ പിണറായി വിജയനെ അനുഗമിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും നവകേരള സദസ്സിലൊക്കെ. നവകേരള സദസ്സിൽ ഇത്തരത്തിൽ പ്രതികരണമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെയും യുവമോർച്ചക്കാരുടെയും ഒക്കെ പ്രതിഷേധമുണ്ടാകുമ്പോൾ അവരെ നേരിടാൻ ഒരു കാറിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിൻ്റെ ഭാഗമായി പാർട്ടി ഗുണ്ടകളും ഉണ്ടായിരുന്നു എന്ന് അന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നതാണ്. ഇവരാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെയൊക്കെ മർദ്ദിച്ചത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കേരളം മുഴുവൻ അടിവാങ്ങിയതോടുകൂടിയാണ് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനായി യുവമോർച്ച പ്രവർത്തകരും ഇറങ്ങിയത്. എന്തായാലും അന്നത്തെ സംഭവ വികാസങ്ങളെല്ലാം നമുക്ക് ഓർമ്മയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി കറുത്ത കാറിൽ അതീവ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയൊക്കെയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അദ്ദേഹത്തിന് വലിയ കടമ്പകൾ കടക്കേണ്ടി വന്നിരുന്നു. അത്രമാത്രം സുരക്ഷാ വൻമതിലുകൾ പിണറായി വിജയന് ചുറ്റുമുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ യാത്ര കാണുക. കാൽനടയായി റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമുകൾക്ക് മുകളിലൂടെയുള്ള ഫുട് ഓവർ ബ്രിഡ്ജുകൾ കയറിയിറങ്ങുകയാണ്. നിരവധി പടികളാണ് കയറി ഇറങ്ങേണ്ടത്. ആ സമയത്താണ് ഈ പടികൾ ഇറങ്ങി വരുന്ന പിണറായി വിജയനെ കാണുമ്പോഴാണ് നവകേരള സദസ്സിൻ്റെ ബസ്സിൻ്റെ ഡിസൈൻ നമുക്ക് ഓർമ്മ വരുന്നത്. ഒരു ആഡംബര ബസ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കാൻ വേണ്ടി മാത്രം KSRTC വാങ്ങുന്നു. അതിനുശേഷം അതിൽ കോടിക്കണക്കിന് രൂപയുടെ എക്സ്ട്രാ ഫിറ്റിങ്ങുകൾ നടത്തുന്നു. ആരും ഇത്തരത്തിൽ വാഹനങ്ങളിൽ എക്സ്ട്രാ ഫിറ്റിങ്ങുകൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന സർക്കാരാണ് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ സഞ്ചരിക്കാനായി ഈ ബസ്സിൽ ടോയ്ലറ്റ് സ്ഥാപിച്ചത്. മുഖ്യമന്ത്രി ആ ബസ്സിലുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ആഡംബരം ആ ബസ്സിൽ ഉണ്ടാക്കിയത്. മാത്രമല്ല, ബസ്സിൻ്റെ പടവുകൾ ഇറങ്ങാനായി മുഖ്യമന്ത്രിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. 2 പടികളെ ബസ്സിലുള്ളൂ. ആ പടികൾ ഇറങ്ങി വരാനായി ലിഫ്റ്റ് ബസ്സിൽ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. ആ പടികൾ ഇറങ്ങുന്നതും മുഖ്യമന്ത്രി കയറുന്നതുമെല്ലാം ഈ ലിഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. അങ്ങനെ 1-2 പടികൾ പോലും കയറാനോ ഇറങ്ങാനോ സാധിക്കാതിരുന്ന മനുഷ്യനാണ് ഇപ്പോൾ വലിയ രീതിയിൽ പടികൾ കാൽനടയായി ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത്. നവകേരള സദസ്സിൻ്റെ ബസ്സിൽ മാത്രമല്ല, ഈ മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിഫ് ഹൗസിൽ പോലും ലിഫ്റ്റ് പണിതു എന്നാണ് അന്നത്തെ വാർത്തകൾ. പാർട്ടി ഗുണ്ടകളുടെ തലക്കടിക്ക് പുറമെ മുഖ്യമന്ത്രി സന്ദർശിക്കുന്ന വഴികളിലൂടെ ആരെങ്കിലും പ്രതിഷേധവുമായി രംഗത്ത് വന്നാൽ
കേരള പോലീസിൻ്റെ തന്നെ ഒരു ഗുണ്ടാ സംഘം മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ഇങ്ങനെ തലയ്ക്കടിക്കാൻ. ആ ഗുണ്ടകളൊക്കെ ഇന്ന് കേസ് നേരിടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇത്തരത്തിൽ എന്തൊക്കെയാണ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായി വിജയൻ കാട്ടിക്കൂട്ടിയത് എന്നത് അന്നത്തെ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ സാഹചര്യത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത്. വലിയ പരിവാര വൃന്ദങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോടൊപ്പമുണ്ട്, ഒന്നോ രണ്ടോ പോലീസുകാരുണ്ട്. അത് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കിട്ടുന്നതാണ്. ഈ പറയുന്ന ലിഫ്റ്റും അതുപോലെ തന്നെ മറ്റ് ആഡംബര സംവിധാനങ്ങളുമൊന്നും പ്രതിപക്ഷ നേതാവ് എന്ന പദവിക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നടന്നു കയറുക, നടന്നിറങ്ങുക, അതല്ലാതെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയന് മറ്റ് വഴികളൊന്നുമില്ലാതെയാണ് ഇപ്പോൾ ഈ പടികൾ ഇറങ്ങുന്നത് എന്ന പരിഹാസം സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. അതായത് മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. ഒരു ടേം അല്ല, 2 തവണ അദ്ദേഹം മുഖ്യമന്ത്രിയായി. 10 വർഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. 10 വർഷത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിക്ക് ജനം മാർക്കിട്ട് കഴിഞ്ഞു. അപാര മാർക്കാണ് പിണറായി വിജയന് കിട്ടിയത്. 10 വർഷത്തെ ഭരണത്തിന് ശേഷം ശക്തമായ പൊതുജന വികാരമാണ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട CPM-നും LDF-നും ഉണ്ടായത്. അത്രമാത്രം ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ശക്തമായിരുന്നു. LDF വലിയ തോൽവി ഏറ്റുവാങ്ങി. അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു. മുഖ്യമന്ത്രി എന്ന പദത്തിൽ നിന്നും പിണറായി വിജയൻ ദൂരെ എറിയപ്പെട്ടു ജനങ്ങളാൽ. അതുകൊണ്ട് തന്നെ ഈ നാണക്കേട് അവിടെ വെച്ച് നിർത്തി. ഒരല്പമെങ്കിലും അദ്ദേഹത്തിൻ്റെ പേരിന് ഒരു മാന്യത അവശേഷിച്ചതുകൊണ്ട് അവിടെ വെച്ച് പണി നിർത്തി മിണ്ടാതിരിക്കണമായിരുന്നു പിണറായി വിജയൻ. പക്ഷേ പ്രതിപക്ഷ നേതാവാകാനും താൻ തന്നെ വേണം എന്ന് ശഠിക്കുകയായിരുന്നു. പാർട്ടിയിൽ ഒട്ടനവധി അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നതാണ്. പാർട്ടിയിൽ കഴിവുള്ള ഒട്ടനവധി നേതാക്കന്മാർ MLA-മാരായി ജയിച്ചു വന്നിട്ടുണ്ട്. ഇവർക്കാരെങ്കിലും അവരുടെ സീനിയോറിറ്റി പരിഗണിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് സ്ഥാനം കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എഴുതി വെച്ച നോട്ടുകൾ മാത്രം വായിക്കാൻ അറിയാവുന്ന പിണറായി വിജയൻ, ലിഫ്റ്റിലൂടെ മാത്രം പടികൾ കയറാൻ അറിയുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുകയാണ്. ഡാഷ് മോനെ രേവന്ത എന്ന് വിളിക്കാൻ പോലും എഴുതി വെച്ച പേപ്പറുകൾ പിണറായി വിജയന് തെരഞ്ഞെടുപ്പിന് മുമ്പ് വേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, എഴുതി വെച്ചൊക്കെ തന്നെയാണ് വായിക്കുന്നത്. എങ്കിൽ പോലും ഈ മറ്റുള്ള സ്വന്തം പാളയത്തിൽ നിന്നുള്ള MLA-മാർ പോലും പിണറായി വിജയനെ കളിയാക്കുന്നത്, പരസ്യമായി കളിയാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ടും ആ കളിയാക്കലുകളൊക്കെ സഹിച്ച് പണ്ട് മൈക്ക് പണിമുടക്കിയതിന് ആ പാവപ്പെട്ട സൗണ്ട്സുകാരൻ്റെ മുഴുവൻ മൈക്കും അതുപോലെ തന്നെ ബോക്സും എല്ലാം തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കണ്ടുകെട്ടിയ മുഖ്യമന്ത്രിയാണ്. അങ്ങനെ രോക്ഷാകുലനായി പ്രതികരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അതേ ആളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി തൻ്റെ അടുത്തിരിക്കുന്ന MLA-മാരുടെ, ജൂനിയറായിട്ടുള്ള MLA-മാരുടെ വായിലിരിക്കുന്നതും കേട്ട്, ഭരണപക്ഷത്ത് നിന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ വായിലിരിക്കുന്നതും കേട്ട് ഇപ്പോൾ നിയമസഭയിൽ ഇങ്ങനെ തുടരുന്നത്. മാത്രമല്ല റെയിൽവേ സ്റ്റേഷനുകൾ തോറും ഇങ്ങനെ നടന്ന് സഞ്ചരിക്കേണ്ടി വരുന്നത്. വയസ്സാങ്കാലത്ത് എല്ലാ പണിയും നിർത്തി വെറുതെ ഇരിക്കുന്നതിന് പകരം ഇങ്ങനെ ആൾക്കാരുടെ വായിലുള്ളതും കേട്ട് ചെയ്യാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത്, ശീലമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പിണറായി വിജയൻ മുന്നോട്ട് പോവുകയാണ്. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ഞങ്ങൾക്ക് വേണം എന്ന ആവശ്യവുമായി CPI രംഗത്തുള്ളത്. അവർ ചോദിക്കുന്നത് ന്യായമാണ്. പ്രതിപക്ഷ നേതാവേ നല്ലൊരെണ്ണമില്ല, ഉപനേതാവെങ്കിലും ആയിക്കോട്ടെ എന്നാണ് CPI ഇപ്പോൾ വിചാരിക്കുന്നത്. എന്നാൽ അതും വിട്ടുകൊടുക്കാൻ പിണറായി വിജയൻ തയ്യാറല്ല. അടഞ്ഞ അധ്യായമാണിത് എന്ന് പിണറായി വിജയൻ പലതവണ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ CPI മിണ്ടാതിരിക്കുന്നില്ല. അങ്ങനെ അധ്യായം അടയ്ക്കാനും തുറക്കാനുമൊക്കെ ഇവിടെ ഞങ്ങളുണ്ട്, നിങ്ങളാരാണ് എന്നാണ് CPI തിരിച്ചു ചോദിക്കുന്നത്. ഇവിടെ ആരെങ്കിലും ആജ്ഞാപിക്കും, മറ്റുള്ളവർ പണിയെടുക്കും എന്നൊന്നുമില്ല. ആജ്ഞാപിക്കുന്നവർ വീട്ടിൽ പോയി ഇരുന്ന് ആജ്ഞാപിച്ചാൽ മതി എന്ന് ഇപ്പോൾ CPI-യും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പിണറായി വിജയൻ ഇതെങ്ങോട്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ യാത്ര നടത്തുന്നത് എന്ന് തോന്നിപ്പോവുകയാണ് ഈ വീഡിയോ ദൃശ്യങ്ങളിലൂടെ.